അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്തെ ഒരു കഥ ഇങ്ങനെ. വൈറ്റ് ഹൗസിന് പുറത്തുള്ള ഒരു ബെഞ്ചിൽ ഒരു സൈനികൻ വിഷാദത്തോടെ ഇരിക്കുകയായിരുന്നു. അതുവഴി കടന്നുപോയ ഒരു കൊച്ചുകുട്ടി സൈനികനോട് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. തനിക്ക് പ്രസിഡന്റ് ലിങ്കനെ കാണണമെന്ന് സൈനികൻ പറഞ്ഞു. എന്നാൽ ഗാർഡുകൾ വൈറ്റ് ഹൗസിനകത്തേക്ക് കടക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട കുട്ടി സൈനികൻ്റെ കൈ പിടിച്ച് നേരിട്ട് പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങനെ പ്രസിഡന്റിനോട് പറഞ്ഞു, ഡാഡി, ഈ മനുഷ്യന് നിങ്ങളോട് സംസാരിക്കണം. അതെ, ആ കൊച്ചുകുട്ടി മറ്റാരുമല്ലായിരുന്നു, പ്രസിഡന്റ് ലിങ്കൻ്റെ മകനായിരുന്നു. ആ കുട്ടിക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ അനുവാദമുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളായ പലരും ഇന്ന് സ്വർഗസ്ഥനാം പിതാവിൻ്റെ അടുക്കൽ നേരിട്ട് ചെല്ലുവാൻ കഴിയാതെ മധ്യസ്ഥന്മാരിൽ തട്ടി നിൽക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തിലൂടെ പിതാവിങ്കിലേക്ക് നേരിട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഒരു പുതുവഴി തുറന്നു നൽകിയിരിക്കുകയാണ് എന്നറിയുക. തിരുവചനം പറയുന്നു, എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യമുള്ളതുകൊണ്ട് അടുത്ത് ചെല്ലുക. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെങ്കിൽ നാം ദൈവമക്കളാണ്. ദൈവമക്കളെങ്കിൽ ഭയം കൂടാതെ അബ്ബാ പിതാവേ എന്ന് നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്ന, മറ്റുള്ളവരുടെ ഒത്താശയിൽ ജീവിക്കുന്ന ദാസരല്ല ഇനി നാം. ഏതു സമയത്തും നമ്മുടെ ആവശ്യങ്ങളുമായി തിരുനിവാസത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ട്. നാം അപേക്ഷിക്കുന്നതിന് മുന്നമേ നമ്മുടെ ആവശ്യം ഇന്നതെന്നറിയുന്ന സ്വർഗീയ പിതാവ്, നമുക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ തരുന്ന സ്വർഗീയ പിതാവ്, തൻ്റെ മക്കളെ വിശേഷതയുള്ളവരായി കാണുന്ന സ്വർഗീയ പിതാവ് ഇന്ന് നമ്മുടെ വരവും പ്രതീക്ഷിച്ച് കൃപാസനത്തിൽ കാത്തിരിക്കുന്നു. ശുഭപ്രതീക്ഷയോടെ ഭയമന്യേ ആരുടെയും ഒത്താശ കൂടാതെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. ആ കൃപാസനത്തിൽ നിന്നും നാം കേൾക്കുന്ന ശബ്ദം, ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.